നമസ്കാരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ദില്ലിയിൽ നിന്നും റാഞ്ചിയിലേക്ക് കടക്കാൻ സഹായിച്ചത് ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന ഏറ്റവും വിവാദപരമായ ഒരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ MP ആയ നിഷികാന്ത് ദുബെ ആണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോറനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ദില്ലിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു. പക്ഷേ 30 മണിക്കൂറോളം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി എവിടെയെന്ന് കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിച്ചിരുന്നില്ല. ദില്ലി മുതൽ റാഞ്ചി വരെ ഈ ഹേമന്ത് സോറനെ അനുഗമിച്ചത് ദില്ലി മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നാണ് നിഷികാന്ത് ദുബെ പറയുന്നത്. വാരണാസി വരെ ഇത്തരത്തിലൊരു സഹകരണം ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അവിടെ നിന്നും റാഞ്ചിയിലേക്ക് ജാർഖണ്ഡിലെ മന്ത്രിയായ മിഥിലേഷ് താക്കൂർ സോറനെ അനുഗമിച്ചു എന്നുകൂടി ദുബെ ട്വീറ്റിൽ പറയുന്നുണ്ട്. ഇരുവരെയും കള്ളന്മാർ എന്ന് തന്നെയാണ് നിഷികാന്ത് ദുബെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ED അറസ്റ്റ് ചെയ്യുമെന്നുള്ള അഭ്യൂഹത്തെ തുടർന്ന് ഹേമന്ത് സോറൻ അദ്ദേഹത്തിന്റെ MLA മാരുടെ ഒരു രഹസ്യ യോഗം ഇന്നലെ രാത്രി തന്നെ കൂടുകയും ചെയ്തിരുന്നു. എന്തായാലും ഹേമന്ത് സോറൻ അറസ്റ്റിലായാൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളും വളരെ ശക്തമാണ്. പക്ഷേ കൽപ്പനയെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. അത് മാത്രമല്ല, സോറന്റെ കുടുംബത്തിലടക്കം ഇത് സംബന്ധിച്ച് വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിലും ഇത് സംബന്ധിച്ചുള്ള ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട്. എന്തായാലും സോറൻ ഒരു രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ചോദ്യം ചെയ്യലിന് ശേഷം ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഭാര്യയെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് നയിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ ചൂടുപിടിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.